ആ നാമം അള്ളാഹു ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കാരണം എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തൻ്റെ ജനതയും ആ ജനതയിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടലിലും എല്ലാ സമൂഹങ്ങൾക്കും ഗുണപാഠമുണ്ട് എന്നുള്ളത് കൊണ്ടാണത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം മുതൽ ഇങ്ങോട്ട് തൻ്റെ പ്രബോധനത്തിൻ്റെ അവസാന ഘട്ടം വരെ ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ജനനം തന്നെ നിരോധിക്കപ്പെട്ട ഒരു സമയത്താണ് ഉണ്ടായത്. ജനനം നിരോധിക്കപ്പെട്ട ഒരു സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. മൂസയെപ്പോലെയുള്ളവരും ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ പാടില്ല എന്ന് ഭരണകൂടത്തിൻ്റെ തിട്ടൂരമുള്ള സമയത്താണ്. ഭരണകൂടം ജാഗ്രതയോടുകൂടി എല്ലാ കണ്ണുകളും തുറന്നു വെച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഏതെങ്കിലും കുഞ്ഞു പറക്കുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം ഉണ്ടാകുന്നത്. ജനിച്ച കുഞ്ഞിനെ അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം ഉണ്ടാകുന്നത്. കലിമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു പറയുകയാണ്, ജനിച്ച ഉടനെ തന്നെ ഉമ്മയോട്, തൻ്റെ ഉമ്മക്ക് ബോധനം നൽകുകയാണ്. ഉമ്മാകെ ബേജാറിലാണ്, വിഷമത്തിലാണ്. കാരണം താൻ പ്രസവിച്ചു എന്നറിഞ്ഞാൽ, തൻ്റെ കുഞ്ഞ് ആണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഫിർഔന്റെ കിങ്കരന്മാർ വന്നുകൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തറുത്തു കൊല്ലും. ജീവിക്കാൻ അനുവദിക്കുകയില്ല. ആ പിഞ്ചോമന പൈതലിന്റെ തിരോധാനം ഒരിക്കലും സഹിക്കാനും ഉമ്മാക്ക് സാധിക്കുകയില്ല. ഈ ഘട്ടത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെട്ടുകൊണ്ട് ഉമ്മയോട് പറയുന്നത്. സൂറത്ത് ത്വാഹയിലെ 38-39 ആയത്തുകളിലായി, ഇദാ ഉഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ. മൂസാ, നിന്റെ ഉമ്മാക്ക് നാം ബോധനം നൽകിയ കാര്യങ്ങൾ, ബോധനം നൽകിയ സന്ദർഭം ഓർക്കുക. അനിഖ്ദി ഫീഹി ഫിത്താബൂത്. ആ ചോര പൈതലിനെ ഒരു പെട്ടിയിലാക്കുക. കുഞ്ഞു പൈതലിനെ ഒരു പെട്ടിയിലാക്കുക. മാരടത്തിൽ കിടന്നുകൊണ്ട് അമ്മിഞ്ഞപ്പാൽ നുകരേണ്ട കുഞ്ഞു പൈതലിനെ മാരടത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പെട്ടിയിലാക്കുക. എന്നിട്ടോ പെട്ടിയിടേണ്ടത് എവിടെയാണ്? നദിയിൽ കൊണ്ടുപോയിട്ട് പെട്ടിയിടുക. ആ പെട്ടി ആ കുട്ടിയെ എത്തിക്കുന്നതാണ് ബിസാഹിൽ, കരയിലെത്തിക്കുന്നതാണ്. ഉമ്മക്ക് ആശ്വാസം നൽകുകയാണ്. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നീ ഒരു പെട്ടി ഉണ്ടാക്കി ആ പെട്ടിയിൽ നിന്റെ കുട്ടിയെ നിക്ഷേപിക്കുക. എന്നിട്ട് നീ നദിയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുക. ഒഴുക്കിയ കുട്ടിയെ എവിടെ എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. വലിയൊരു തൗഹീദാണ് അതിലുള്ളത്. അള്ളാഹുവിലെ തവക്കുലാണുള്ളത്. വലിയൊരു ഗുണപാഠമാണ് അതിൽ സത്യവിശ്വാസികൾക്കുള്ളത്. എന്നിട്ടോ അള്ളാഹു പറയാണ്, അവന്റെയും എന്റെയും ശത്രുവായ ഫിർഔൻ ആ കുട്ടിയെ സംരക്ഷിക്കുന്നതാണ്, അവനെ എടുക്കുന്നതാണ്. അവന്റെ ശത്രുവാണ്. ബനൂ ഇസ്രായേലിലെ സന്താനങ്ങളുടെ മുഴുവൻ ശത്രുവാണ് ആര്? ഫിർഔൻ. ആ ഫിർഔൻ അവനെ സംരക്ഷിക്കട്ടെ. അവൻ എന്റെയും ശത്രുവാണ്. പക്ഷെ ആ ശത്രുവിന്റെ കയ്യിൽ കടന്നുകൊണ്ട് തന്നെ അവൻ വളരണം. അള്ളാഹുവിന്റെ തീരുമാനമെന്ന് നോക്കിക്കേ. ശത്രുവിന്റെ സംരക്ഷണത്തിൽ, ശത്രുവിന്റെ കൊട്ടാരത്തിൽ, ശത്രുവിന്റെ ലാളന ഏറ്റുകൊണ്ട് തന്നെ അവൻ വളരട്ടെ. എന്നിട്ടോ അല്ലാഹു പറയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നീ. മൂസാ, എന്റെ സ്നേഹം ഞാൻ നിനക്കിട്ടു തന്നില്ലേ? വലിതുസ്നാ അലാ ഐനി, എന്റെ മേൽനോട്ടത്തിലാണ് നിന്നെ വളർത്തിക്കൊണ്ടുവന്നത്. നീ ഏത് ശത്രുവിന്റെ കൊട്ടാരത്തിലാണെങ്കിലും ശത്രുവിന്റെ നിരീക്ഷണത്തിലാണെങ്കിലും ഞാൻ ആണ്, എന്റെ മേൽനോട്ടത്തിലാണ് നീ വളർന്നു വന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നു പറഞ്ഞാൽ ഈ ശത്രുവിന്റെ കൊട്ടാരത്തിൽ 30 വർഷത്തോളം, 30 വർഷം എന്നാണ് അധിക മുഫസ്സിരീകളുടെയും അഭിപ്രായം. നല്ല യൗവനത്തിന്റെ ആ കാലഘട്ടത്തിൽ, ചോരത്തിളപ്പിന്റെ ആ സമയം വരെ മൂസാ നബി എന്ന് പറയുന്ന അടിമത്ത വിഭാഗത്തിൽപ്പെട്ട, ബനൂ ഇസ്രായേൽ എന്ന അടിമകളാണ്, ആ അടിമത്ത വിഭാഗത്തിൽപ്പെട്ട ആ കുട്ടിയെ കൊട്ടാരത്തിൽ വളരെ വലിയ അവസ്ഥയിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ 30 വയസ്സായ ആ സന്ദർഭത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി കൊട്ടാരത്തിൽ ജീവിക്കണ്ട, ഇനി ആ സുഖസൗകര്യങ്ങളൊന്നും വേണ്ട, ഇനി ദൗത്യവുമായിട്ട് ഇറങ്ങണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായിട്ടും ബനൂ ഇസ്രായേലുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സ് അസ്വസ്ഥമായിട്ടുണ്ടാവുമല്ലോ. കാരണം തൻ്റെ ജനത പീഡിപ്പിക്കപ്പെടുമ്പം, അവർ വിവേചനത്തിനെതിരെ ഇരയായിക്കൊണ്ടിരിക്കുമ്പം, അവർ മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തുല്യത ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പരിവർത്തനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ, മനുഷ്യൻ എന്ന നിലയിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സ് പടയുന്നുണ്ടാകും. ഒരു ദിവസം പട്ടണത്തിലേക്ക് ഉച്ച നേരത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ഉച്ച സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ഉഷ്ണം, നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പട്ടണത്തിലേക്ക് ഇറങ്ങുന്നത്. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇല്ലൽ മദീന, പട്ടണത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളെ, ഒരു തിബത്തി, ഒരു കോപ്റ്റിക് വംശജൻ അഥവാ ഫിർഔന്റെ ആൾക്കാർ ഒരാൾ കടന്ന് വല്ലാതെ മർദ്ദിക്കുകയാണ്. അവനെ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സ് പടഞ്ഞു. ഇങ്ങനെ മർദ്ദനമേറ്റുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ശണ്ട കൂടുകയാണ്, മർദ്ദനമേൽക്കുകയാണ് ബനൂ ഇസ്രായേലിൽപ്പെട്ട ഈ മനുഷ്യൻ. അപ്പോഴാണ് അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് മൂസാ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം എന്ന് വിളിച്ചു പറയുകയാണ്. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ ഉള്ളിലുള്ള വികാരം ഉണരുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരെ കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരൊറ്റ ഇടിയം കൊടുത്തു. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പഞ്ചം കൊടുത്തു. ആ ഒരൊറ്റ ഇടിയിൽ തന്നെ ആ കോപ്റ്റിക് വംശജനായ തിബത്തി അവിടെ കടന്ന് മരിക്കുക. നല്ല മർമ്മത്തിലാണ് കൊണ്ടത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ആരോഗ്യത്തോടെ ഗാത്രനായിരുന്നു, നല്ല ശാരീരികമായ ശക്തിയുള്ള ആളായിരുന്നു, നല്ല മനക്കരുത്തുമുള്ള പ്രവാചകനായിരുന്നു. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പല രീതിയിലുണ്ട്. ഈസാ നബിയുടെ സ്വഭാവമുള്ളവരുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവമുള്ളവർ. സ്വഹാബാക്കളെ കൂട്ടത്തിലുള്ളവരെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനെ തുലനം ചെയ്ത മൂസയോടാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തുലനം ചെയ്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്, ഒരു ശൂരധീര സ്വഭാവമുള്ള ആളാണ്, നല്ല കായികമായ കരുത്തുള്ള ആളാണ്. ആ കരുത്തിൽ ഒരു ഇടിയങ്ങ് കൊടുത്തപ്പം ആ ഇടിയിൽ തിബിത്തി അങ്ങ് വീണ് താഴെ വീണ് മരിച്ചുപോയി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൊല്ലാൻ വേണ്ടി ഇടിച്ചോന്നല്ല, ഈ പാവം സാധുവിനെ, എന്റെ വർഗത്തിൽപ്പെട്ട, എന്റെ സമൂഹത്തിൽപ്പെട്ട അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശത്രുവിനെ നേരിട്ടതാണ്. പക്ഷെ ഒറ്റ ഇടിക്കന്നെ അയാൾ മരിച്ചുപോയി. അതിന് വല്ലാത്ത മനസ്താപം തോന്നി. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, അദ്ദേഹം ദുആ ചെയ്യാൻ പഠിച്ചവനെ, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം കാണിച്ചത്. കാരണം ഒരു മനുഷ്യരെയും കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ ഇടിച്ചത്, ഞാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതിന് വല്ലാതെ മനസ്താപം തോന്നിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസവും ഇങ്ങനെ ഒരു ശണ്ട കൂടുന്നത് കണ്ടു. ഈ പഴയ ആളെ തന്നെ വേറൊരാൾ ശണ്ട കൂടുകയാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ ഇടപെടാൻ വല്ലാതെ പോയില്ല. അങ്ങനെ ഇരിക്കവേ ചരിത്രം ചുരുക്കാം. ഏതായാലും ആ നാട്ടിൽ നിന്നുള്ള ഈ ആളുകൾ ഇതൊക്കെ അറിഞ്ഞു. ഇങ്ങനെ പരസ്യമായി മൂസ ഞങ്ങളെ വിഭാഗത്തിൽപ്പെട്ട ഒരു മൂസ ഒരാളെ കൊന്നിരിക്കുന്നു എന്നുള്ള ആ വാർത്ത നാടാകണ്ട് പരന്നപ്പോഴേ ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗൂഢാലോചന നടത്താണ്. ഇനി മൂസയെ കൊല്ലണമെന്ന് ഖിബിത്തികൾ മുഴുവനും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ 20-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരാൾ വരികയാണ്, ഓടി വരികയാണ്. അദ്ദേഹം പറയുന്നു, യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക, നേതാക്കന്മാർ നിന്നെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നുണ്ട്. ലിയഖ്തുലൂക, നിന്നെ വധിച്ചു കളയണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഫഖ്റുജ് രക്ഷപ്പെട്ടോ, ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ നിന്റെ ഗുണകാംക്ഷിയാണ് കേട്ടോ, വേണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പിറന്ന നാട്ടിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. ഏതൊരു പ്രവാചകന്മാർക്കും പലായനം ഉണ്ടാവും, ഹിജ്റ ഉണ്ടാവുമല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബേജാറായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. നേരെ മദിയനിലേക്ക് പോകുകയാണ്. മദിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച അവിടെ നിന്ന് ദൂരമുണ്ട്. അന്നത്തെ യാത്ര അനുസരിച്ചുകൊണ്ട് ഒരാഴ്ചക്കുള്ള യാത്രാ ദൂരം. അങ്ങനെ മദിയൻ എന്ന പ്രദേശത്തേക്ക് യാത്ര പോയി മദിയനിൽ എത്തിയപ്പോണ്ട് എന്തെങ്കിലും ഒരു അഭയം വേണ്ടേ, പരിചയമുള്ള ഒരു മനുഷ്യനില്ല മദിയൻ എന്ന പട്ടണത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ട് ഒരു കൂട്ടർ ഒരു ജലാശയത്തിന്റെ ചുറ്റും നിന്നിട്ട് അവർ ആടിനെ വെള്ളം കൊടുക്കുകയാണ്. ആ വെള്ളം കൊടുക്കുന്ന കൂട്ടത്തിൽ 2 പെൺകുട്ടികൾ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു. അവർ വെള്ളം കൊടുക്കാൻ വരാതെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ 2 പെൺകുട്ടികൾ അടുക്കൽ പോയിട്ട് അവർ എന്തുകൊണ്ട് അങ്ങനെ മാറി നിൽക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. എന്താ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങള് ആണുങ്ങൾ ആരുമില്ല, ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ വാപ്പ വളരെ വൃദ്ധനായ അബുൻ ഒരു ഷെയ്ഖും കബീറാണ്, വളരെ വാർദ്ധക്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് ആടുകളെയൊക്കെ വെള്ളം കുടിപ്പിക്കാനുള്ളത്. ഇവിടെ വന്നു നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളാണ് മുഴുവനും. അവരാണെങ്കിലോ അവരൊക്കെ ആടുകളെ വെള്ളം കുടിപ്പിച്ചതിന് ശേഷം, അവർ പോയതിന് ശേഷം മാത്രമേ ഞങ്ങളെ ആടുകളെ വെള്ളം കുടിപ്പിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം അവർ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല കരുത്തുള്ള ആളാണല്ലോ, അദ്ദേഹം നേരെ പോയി ജലാശയത്തിൽ നിന്ന് വെള്ളമെടുത്ത് ആടുകളൊക്കെ കുടിപ്പിച്ചുകൊണ്ട് ഇവരെ നേരത്തെ വീട്ടിലേക്ക് വിട്ട്. നേരത്തെ വീട്ടിലെത്തിയപ്പോൾ ഇവരുടെ വാപ്പ ആരാണെന്നുള്ള സംബന്ധിച്ച് ചരിത്രത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഷുഹൈബ് നബി ആണെന്നും അല്ല, സാത്വികനായ വേറൊരാളാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും വാപ്പ ചോദിച്ചു, മക്കളെ എന്തെന്ന് ഇത്ര നേരത്തെ വന്നു എന്ന് ചോദിച്ചു. മക്കൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. നല്ല കരുത്തനായ വിശ്വസ്തനായ ഖവിയുൻ അമീൻ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ആ 2 പെൺകുട്ടികൾ വാപ്പാക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. കവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തനാണ്, അമീൻ എന്ന് പറഞ്ഞാൽ നല്ല വിശ്വസ്തനാണ്. കാരണം നല്ല
നല്ല പെരുമാറ്റം, നല്ല മാന്യതയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് വാപ്പ അദ്ദേഹത്തിന് എന്തെങ്കിലും കൂലി കൊടുക്കണ്ടേ, നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു അവർ പോയിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് പെൺകുട്ടി, ഒരു പെൺകുട്ടി വന്നിട്ട് ഇദ്ദേഹത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നുകൊണ്ട് ദ്വാരക്കാണ്, പടച്ചവനെ ആരാരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ അഭയാർത്ഥിയായിട്ട് എത്തിയിരിക്കുകയാണ്, നിന്റെ സഹായമല്ലാതൊരു സഹായവും എനിക്കില്ല റബ്ബേ, അതുകൊണ്ട് റബ്ബേ നീ എന്നെ സഹായിക്കണമേ, ഒരു അഭയം നൽകണമേ എന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി വരുന്നത്, വിളിക്കുന്നത്. വാപ്പ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു, വാപ്പാന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ വാപ്പ സ്വീകരിച്ചു, വാപ്പയുടെ എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വാപ്പ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, നല്ല സുരക്ഷിതമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാം. അപ്പൊ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ, ഇത് പരിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ്, ഇതൊക്കെ ചരിത്രമല്ല, പെൺകുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറയാണ്, വാപ്പ അദ്ദേഹത്തെ നമ്മുടെ കൂലിക്കാരനാക്കി വെക്കാം, അദ്ദേഹം കവിയും അമീനുമാണ്, ശക്തനാണ്, വിശ്വസ്തനാണ്, നമ്മുടെ വീട്ടിലെ കൂലിക്കാരനായിട്ട് ആടുകളൊക്കെ മേയ്ക്കാനും വെള്ളം കുടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു കൂലിക്കാരനാക്കി വെച്ചൂടെ, അദ്ദേഹം അഭയാർത്ഥിയായിട്ട് വന്നതല്ലേ, ആരുമില്ലല്ലോ, ഇടമില്ലല്ലോ, അഭയമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, വാപ്പ ഒരു തീരുമാനം എടുക്കാണ്. എന്താ പറയുന്നറിയോ, എന്റെ മക്കളിൽ ഒരാളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം, 8 കൊല്ലം നീ എന്റെ അടുക്കല് ജോലി ചെയ്യാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു കുട്ടിയെ വിവാഹം കഴിക്കുകയും 8 വർഷം അവിടെ അവർ ജീവിക്കുകയും ആ 8 വർഷത്തിന് ശേഷം നാട് വിട്ടുകൊണ്ട് പോകുന്ന സമയം തൂരിസീന പർവ്വതത്തിന്റെ അല്ലെങ്കിൽ തുവാ പർവ്വതത്തിന്റെ സമീപത്തെത്തുകയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏറ്റെടുക്കുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൗത്യം ഏൽപ്പിക്കുന്നത്. അതാണ് സൂറത്ത് ത്വാഹയിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹലതാക ഹദീഥു മൂസാ, നബിയെ മൂസാ നബിയുടെ വർത്തമാനം അങ്ങേക്ക് കിട്ടിയില്ലയോ? ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഗർഭിണിയായ തന്റെ ഭാര്യയുമായിട്ട് ഈജിപ്തിലേക്ക് പോവാണ്. ഒരുപാട് ദൂരം താണണം കേട്ടോ. അങ്ങനെ ഒരുപാട് യാത്ര, ഇങ്ങനെ രാത്രി സമയത്തായപ്പം വല്ലാത്ത ഇരുട്ടും തണുപ്പും. ആ ഒരു അവസ്ഥയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെളിച്ചമില്ല, തണുപ്പത്ത് ഇങ്ങനെ കിടന്നിട്ട് ഭാര്യ ഇങ്ങനെ വറക്കണ സമയത്ത് എവിടെങ്കിലും തീ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല ഒരു ചൂട് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒരു വഴി കാട്ടിത്തരാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ അവിടെ നിന്നൊരു നല്ലൊരു ഒരു പ്രകാശം ഇങ്ങനെ കാണുകയാണ്. ഒരു പ്രകാശം കാണാൻ പരിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു തീ ഇങ്ങനെ കണ്ടു. തന്റെ ഇണയോട് പറഞ്ഞു, കുടുംബത്തോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഇന്നി ആനസ്തു നാറ, ഞാൻ ആ തീ തേടിപ്പോവട്ടെ, ഒരു തീക്കുള്ളിയുമായിട്ട് ചൂടേൽക്കാൻ വേണ്ടി, നിനക്ക് ഒരു തീക്കൊള്ളിയുമായിട്ട് ഞാൻ കടന്നു വരാം, അല്ലെങ്കിൽ ആ തീ കത്തുന്ന സ്ഥലത്ത് ആളില്ലാതെ തീ കത്തൂലല്ലോ, അപ്പൊ അവിടെ വല്ല ആളുകൾ ഉണ്ടാകും, അവരുടെ വഴി ചോദിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ മൂസാ നബി അവിടെ എത്തിയപ്പോണ്ടല്ലോ, അത് സാധാരണ ഒരു തീയല്ല. അതൊരു വൃക്ഷത്തിൽ നിന്നാണ് ആ തീ വരുന്നത്, ഒരു മരത്തിൽ നിന്നുള്ളൊരു തീയാണ്. അത് സാധാരണ തീയല്ല, അത് ദിവ്യപ്രകാശമാണ്, അത് അള്ളാഹുവിന്റെ നൂറുള്ള അള്ളാഹുവിന്റെ പ്രകാശമാണ്. അവിടെ എത്തിയപ്പോൾ ഒരു വിളിയാളം കേൾക്കുകയാണ്. കലീമുല്ലാഹി മൂസാ നമ്മൾ പറയില്ലേ, അള്ളാഹുവിനോട് സംസാരിച്ച മൂസ, അതെ അള്ളാഹു നേരിട്ട് സംസാരിക്കാൻ പോവാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് പോവാണ്, ഭാര്യയുടെ കൂടെ. ആ സമയത്താണ് കലീമുള്ളയാകുന്നത്, അള്ളാഹു നേരിട്ട് സംസാരിക്കാൻ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ആ ഒരു രംഗം, പ്രവാചകത്വം ഏൽപ്പിക്കാൻ പോകുന്ന ആ രംഗം. പ്രിയമുള്ളവരെ, ആ സമയത്ത് ഒരു വിളിയാളം ഉയരുകയാണ്, യാ മൂസാ, മൂസാ ഇന്നി അന റബ്ബുക, തീർച്ചയായും ഞാൻ നിന്റെ റബ്ബാണ്. ഓ, അല്ലാഹ് നേരിട്ട് സംസാരിക്കാം, മറ്റാരുമല്ല. ഇന്നി അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണ്. നിന്റെ ചെരുപ്പം അഴിച്ചു വെക്കൂ, നീ ചെരുപ്പഴിച്ചു വെക്കൂ. എന്നിട്ടോ തീർച്ചയായിട്ടും നീ പരിശുദ്ധമായ തുവാ താഴ്വാരത്തിലാണ്, ഈ പരിശുദ്ധമായ തുവാ താഴ്വാരത്തിലാണ്. വരൂ, എൻ്റെ അടുക്കിലേക്ക് ചെരുപ്പഴിച്ചു വെച്ച് ആ പരിശുദ്ധമായ താഴ്വാരത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രകാശം നിലകൊള്ളുന്ന ആ സ്ഥലത്ത് നിന്നുള്ള ഒരു അശരീരി മുഴങ്ങുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രവാചകനായിട്ട്, റസൂലായിട്ട്. അതുകൊണ്ട് വഹി നൽകപ്പെടുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ.
ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ഫഅബ്ദുനി, നീ എന്നെ ആരാധിക്കണമേ, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നമസ്കാരം നിലനിർത്തേണമേ. എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തിക്കോ, എന്നെ ആരാധിക്ക്. നിസ്കാരം എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടല്ലോ. എന്നെ ഓർക്കാൻ വേണ്ടി, എന്റെ ദിക്റിന് വേണ്ടി നിസ്കാരം നിലനിർത്തി. ഇഖാമത്തു സ്വലാത്ത്, സഹോദരങ്ങളെ സഹോദരിമാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗുണപാഠത്തിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെ. അഖിമിസ് സ്വലാ, നിസ്കാരം നിലനിർത്ത്. തോന്നുമ്പോൾ ചൊല്ലിയാവാതെ എല്ലാ സമയത്തും എല്ലാ വഖത്തിലും നമസ്കാരം നമസ്കാരം നമസ്കാരം. ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. സുന്നത്തും ഫർളുമൊക്കെ ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സംഭാഷണമൊക്കെ നടത്തിയതിനു ശേഷം അല്ലാഹു പറയുന്നത് എന്താ അറിയോ? ഇനി ഇങ്ങനെ നടന്നാ പോരാ, ഇനി വെറും കുടുംബമായിട്ടൊന്നും നടന്നാ പോരാ, ഇനി സ്വന്തം കാര്യമായിട്ട് നടന്നാ പോരാ. പോണ നേരെ പോവേണ്ടത് എങ്ങട്ടാ? ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ആരാ ഫിർഔൻ? ഭരണാധികാരിയാണ്, സ്വേച്ഛാധിപതിയാണ്. പിന്നെ ആരാ? ഇവരാണ് നിന്നെ കൊല്ലാൻ തീരുമാനിച്ചത്. നിന്നെ കയ്യിൽ കിട്ടിയാൽ കൊല്ലും എന്ന് തീരുമാനിച്ച് 8 കൊല്ലം മുമ്പ് നിന്നെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഗൂഢാലോചന നടത്തിയ ആ പ്രമാണിമാരടുക്കലേക്കാണ് പോകണം എന്ന് പറയുന്നത്. വല്ലാത്തൊരു പറച്ചിലാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ച്, പടച്ചോനെ എന്നെ അവർ കൊല്ലൂലേ, എന്നെ അവർ കൊല്ലൂലേ. മൂസാന്റെ അള്ള പറഞ്ഞു, നീ പോ മൂസ, നിന്റെ കൂടെ ഞാനുണ്ട്. അള്ളാ, മാഷാ അള്ളാ, വല്ലാത്തൊരു വർത്താനാണ്. പ്രബോധകന്മാർക്ക് ശക്തി പകരുന്ന വർത്താനമാണ്. നീ ഒറ്റക്കല്ല, സത്യത്തിൽ ഒറ്റക്കല്ലേ, ഒരാളല്ലേ, കൂട്ടിനൊരാളുമില്ല. 10 അനുയായികൾ പോലും തികച്ചില്ലല്ലോ. ഉണ്ടോ? 10 ഇല്ല, 1 ഇല്ല, ആരുമില്ല, താനും ഭാര്യയും മാത്രമേ. പിന്നെ അള്ളാഹുവിനോട് ചോദിക്കണ്ടേ, പടച്ചോനെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാചാലത കുറവാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ദുആ ചെയ്യുന്നുണ്ട്. ഏത് ദുആന്നറിയോ? നമ്മളെ പ്രഭാഷകന്മാരൊക്കെ പ്രസംഗത്തിന്റെ മുമ്പ് ഒരു ദുആ ദ്വാരക്കൂല. ഏതാ? അല്ലാഹുമ്മ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അത് സൂറത്തു ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതായിട്ടാണ് ആ ആയത്ത്. അതൊരു ആയത്തുമാണ്, അതൊരു ദുആയുമാണ്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണമേ. ഹൃദയത്തിന് വിശാലത ഉണ്ടെങ്കിലേ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാഹുമ്മ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, എന്റെ കാര്യം, എന്റെ ദൗത്യം നീ എളുപ്പമാക്കി തരണമേ. വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാട്ടിന്റെ കെട്ടടിച്ചു തരണമേ. എനിക്ക് സ്ഫുടമായി അനർഗളമായി തടസ്സങ്ങളൊന്നുമില്ലാതെ നിന്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ സംസാരിക്കാനുള്ള തൗഫീഖ് നൽകണേ. യഫ്ഖഹു ഖൗലി, എന്റെ വാക്കുകൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതും ഹൃദയത്തിൽ കൊള്ളുന്നതും പ്രതിഫലനം ഉണ്ടാക്കുന്നതും ആക്കി തരണമേ എന്ന്. അപ്പൊ ഏതൊരു കാര്യത്തോടും ദഅവത്തിന് പോകുമ്പോൾ, നല്ലത് സംസാരിക്കാൻ പോകുമ്പോൾ ഈ ഒരു ദുആ ചെയ്തിട്ട് വേണം പോവാൻ. ഇന്ന് അത് കേൾക്കണവന്റെ മനസ്സിൽ ഇഫക്റ്റ് ഉണ്ടാക്കും, നല്ല ഇമ്പാക്ട് ഉണ്ടാക്കും, നല്ല പ്രതികരണം ഉണ്ടാക്കും, അത് മാറ്റുണ്ടാക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫലിക്കും. ഏത്? അല്ലാഹുമ്മ റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഫിർഔനുമായിട്ട് വാഗ്വാദമാണ്, മത്സരമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത വെള്ളിയാഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തൗഫീഖ് നൽകി.